അപ്പൂനെ പറ്റിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഓൻ ഇന്നെ നൈസിനെ കണ്ട് എൻ്റെ പുറകെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഓനെ കൂട്ടാതെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനിതാ ഓൻ്റെ കയ്യിൽ വീഡിയോ എടുക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തരും, ഫോട്ടോ ഒക്കെ എടുത്തരും കേട്ടോ. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. അപ്പം ഇപ്പം 8 month ആയി. അപ്പം നല്ലോണം ബേബി ബമ്പൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം കടയിലോട്ട് ചെന്നിട്ട് നമ്മൾ ഡെയിലി അല്ല എപ്പോഴും പോകുന്നത് ഗീതാസിലാണ് കേട്ടോ. അവിടെ തന്നെ പോയി ഇന്നാൾ എടുക്കാൻ പോയപ്പോൾ ഒരു ഡ്രസ്സ് ഞാൻ കണ്ടിക്കായിരുന്നു. എല്ലാവരും പുതിയ ഡ്രസ്സ്. അപ്പോൾ ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഡ്രസ്സിങ് റൂമിൽ കുറേ ടൈം അവിടെ നിന്ന്. അങ്ങനെ ഫസ്റ്റ് ട്രയൽ ഇതായിരുന്നു കേട്ടോ. സെക്കൻഡ് ട്രയൽ എടുത്തപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതങ്ങ് എടുത്തു കേട്ടോ. ഇതേ മെറ്റീരിയൽ തന്നെ, ഇതേ കളർ ചേഞ്ചാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു ഷാൾ നോക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയിട്ടോ. മേലെ പോയി ഇതിന് ഏത് ഷാൾ എടുക്കുന്നതിലുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഷാളൊക്കെ കിട്ടി, ബില്ലൊക്കെ പേ ചെയ്ത് സാധനം വാങ്ങിയിട്ടോ. അങ്ങനെ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് നേരെ ഞാൻ തിരിച്ച് മോനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. മോന് പിന്നെ എൻ്റെ കൂടെ വന്നില്ല കേട്ടോ. ഇക്കാൻ്റെ ഏട്ടനെ കണ്ടപ്പോൾ ഏട്ടൻ്റെ കൂടെ പോയിട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മളെ സ്മാർട്ട് ബസാർ കയറി. അവിടെ നല്ല ഓഫറൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ആവശ്യമുള്ളത് ആകെ 2-3 ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. അതും വാങ്ങി ഞാൻ കടയിൽ ചെന്നപ്പോഴാണ് മോന് പിന്നെ അവിടെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഏട്ടൻ്റെ വീട്ടിലാണെന്ന്. അങ്ങനെ അവിടുന്ന് ഒരു ചായയും പഴം നിറച്ചതും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി.